യൂട്യൂബർ ഷാജൻ സ്കറിയക്കെതിരെ പി ദിവ്യയുടെ വക്കീൽ നോട്ടീസ്. വിദേശയാത്രയും ബിനാമി ഇടപാട് നടത്തിയെന്ന് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ച് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. വാർത്ത പിൻവലിക്കണമെന്നും 50 ലക്ഷം നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേർന്നു. വിജീഷ്, എന്തായിരുന്നു ആ വാർത്ത? നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ പി ദിവ്യ 23 തവണ വിദേശയാത്ര നടത്തിയെന്നും ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ വിദേശയാത്ര നടത്തിയെന്നായിരുന്നു ഷാജൻ സ്കറിയ തന്റെ യൂട്യൂബിൽ വാർത്തയായി പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ വാർത്തയ്ക്കെതിരെയാണ് ഇപ്പോൾ പി ദിവ്യ വക്കീൽ നോട്ടീസ് ഷാജൻ അയച്ചിരിക്കുന്നത്. അവർ പറയുന്നത് 2 തവണ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ താൻ വിദേശത്ത് പോയത്. ഒന്ന് KMCCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവാസി സംരംഭത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പോയത്. ഇത് തന്റെ പാസ്പോർട്ട് അടക്കം പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അതുകൊണ്ട് തന്നെ ഷാജൻ തന്റെ യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ വാർത്തകൾ തനിക്ക് അപമാനം ഉണ്ടാക്കുന്നതും മാനഹാനി ഉണ്ടാക്കുന്നതും ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ യൂട്യൂബിൽ നിന്ന് ഇത് സംബന്ധിച്ച വാർത്തകൾ പിൻവലിക്കണമെന്നും ഒപ്പം തന്നെ തനിക്കുണ്ടായിരിക്കുന്ന മാനഹാനിക്ക് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നുമാണ് ഈ വക്കീൽ നോട്ടീസിൽ ഇപ്പോൾ ദിവ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിം. ശരി ബിജീഷ്.